DSRA, ദ ഡേ ഓഫ് റാത്ത്, റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ രാഹുൽ സദാശിവൻ. അപ്പോൾ ആളുടെ മുന്നത്തെ വർക്ക്സ് പറയണമെന്നുണ്ടെങ്കിൽ ഭയങ്കര നോട്ടബിൾ ആയിട്ടുള്ള ഒന്നാണ്, ഐ മീൻ എടുത്തു പറയേണ്ട ഒന്നാണ് ഭൂതകാലം, പിന്നെ ബ്രഹ്മയുഗം. ഇതിപ്പോ DSRAയിലേക്ക് വരുന്ന സമയത്തും ആള് ചെയ്യേണ്ട പരിപാടി അടിപൊളിയായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത്. കാരണം എനിക്ക് ബ്രഹ്മയുഗം കണ്ട സമയത്തും ഭൂതകാലത്തിൽ ആണെന്നുണ്ടെങ്കിലും പിന്നെ ഒരു നമ്മളെങ്ങനെ പിടിച്ചിരുത്തുന്ന ഒരു എലമെന്റ് ഉണ്ടാവും അതില്. അത് റൈറ്റിങ്ങിന് വലുതായിട്ട് അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. ഈ സിനിമയിലേക്ക് വരുന്ന സമയത്തും നല്ല വൃത്തിക്ക് എന്താ പറയാ വേണ്ട കാര്യങ്ങൾ പക്കയായിട്ടുള്ളത് അത് സ്ക്രീനിലേക്ക് ആൾ കൊണ്ടുവന്ന രീതിയും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അല്ല അതിന്റെ കൂടെ ബാക്കി ടെക്നിക്കൽ ടീം, ഓരോ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്തിട്ടുള്ളതാണെങ്കിലും സൗണ്ട് ഡിപ്പാർട്ട്മെന്റ്, നമ്മുടെ എന്താ പറയാ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ക്രിസ്റ്റോ സേവിയറിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൂടെ വരുമ്പോൾ അത് പെർഫെക്റ്റ് ആയിരുന്നു. ആൻഡ് ഇതിന് മുകളിൽ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസ് ആണ്. ഇതിൽ എടുത്തു പറയാനുള്ളത് പ്രണവ് മോഹൻലാൽ. ഐ മീൻ എന്ത് അടിപൊളിയായിട്ടാണ് ആള് ചെയ്തു വെച്ചിട്ടുള്ളത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൊറർ സിനിമകളെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും വലിയ ഇപ്പൊ ആക്ടേഴ്സിന് വരുന്ന ഏറ്റവും വലിയൊരു ഡിഫിക്കൽട്ടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്പോസിറ്റ് ഒന്നും ഉണ്ടാവുമായിരിക്കില്ല. അപ്പൊ ആ ഒരു ഫിയർ അത് നമ്മൾ ഓഡിയൻസിലേക്ക് കൺവേ ചെയ്യണ രീതിയിൽ അഭിനയിക്കുക എന്നുള്ള നല്ല ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പരിപാടിയായിരിക്കും. അത് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും അല്ലെ. അപ്പൊ അത് പ്രണവ് വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ ഇൻ ദ സെൻസ് അവർ ആളുടെ മുന്നത്തെ വർക്ക്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ആദ്യം എന്ന് പറഞ്ഞ സിനിമ ഫിസിക്കലി ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള സിനിമ ആയിരിക്കും ആദ്യം വന്നിട്ടുള്ളത്. പക്ഷെ ഒരു ക്യാരക്ടർ വൈസ് ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു റോളൊന്നും എനിക്ക് തോന്നണില്ല ആള് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ഇതിലേക്ക് വരുന്ന സമയത്ത് വലിയൊരു ഷിഫ്റ്റാണ് വന്നിട്ടുള്ളത്. ഐ മീൻ ആളുടെ എന്താ പറയാ ഒരു മിററിലേക്ക് നോക്കുന്ന സീൻ പോലും നല്ല എന്താ പറയാ എന്തൊക്കെയൊക്കെയോ ഭയങ്കര സംഭവമുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. കാരണം എവിടേക്കൊക്കെയോ നമ്മൾ പറയില്ലേ ചെറിയ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളാണ് ലാലേട്ടന്റെ എന്താ ആക്ടിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കുക, കണ്ണ് കാര്യങ്ങൾ. അതേപോലെ തന്നെ പ്രണവിനും പറയാൻ കുറെ കാര്യങ്ങളുണ്ട്. അത് പ്രണവിന്റെ ഒരു എന്താ പെർഫോമൻസ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് ആൾക്ക് തന്നെ ഈ ഒരു റോള് ഐ മീൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് അലൈൻ ചെയ്ത് ഒരു റോളാണ് പ്രണവിന് ചെയ്യാൻ പറ്റുന്ന ഒരു റോളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആൻഡ് പ്രണവ് മാത്രമല്ല വേറൊരാളും കൂടി ഉണ്ട്. അവന്റെ പേര് എനിക്ക് ഇതന്നെയാണോ പേര് കറക്റ്റ് അറിയില്ല. ഞാൻ ജസ്റ്റ് IMDb നോക്കിയപ്പോ കണ്ടതാ ജിബിൻ ഗോപിനാഥ് എന്നാണ്. ആള് വേറെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. ആൻഡ് എഗെയിൻ ആളും എന്ത് ഉഷാറായിട്ടാണ് സിനിമ ചെയ്തിട്ടുള്ള. ആളുടെ മുഖത്തുള്ള ഒരു പേടി കാണുമ്പോൾ തന്നെ നമുക്ക് ഓക്കെ സംതിങ് ബിഗ് ഈസ് കമ്മിങ് നെക്സ്റ്റ് സീനിൽ ആ ഒരു ഫീല് വരുന്നുണ്ട്. ആൻഡ് ഇനി അഗെയിൻ ആ ഫീലിലേക്ക് ഞാൻ വരാം. അപ്പോ റൈറ്റിംഗ്, ഡയറക്ഷൻ, ബാക്കി ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ ഭയങ്കര ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെ പറയാം. ഒരു സ്ഥിരം മറ്റേ ഹൊറർ മലയാളം പാറ്റേൺ മാറ്റിയിട്ട് വേറെ രീതിയിൽ ഇതിനെ കൺസീവ് ചെയ്ത് വേറെ രീതിയിലാണ് ഇതിനെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. സിമ്പിൾ ആയിട്ട് അഗെയിൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹോളിവുഡ് രീതിയിലാണ് ഈ സിനിമയെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുഞ്ഞു ഐ മീൻസ് അനാവശ്യമായിട്ടൊരു രംഗങ്ങളോ കാര്യങ്ങളോ എനിക്ക് വന്ന പോലെ തോന്നിയിട്ടില്ല. ഒരു സ്ഥലം, ആ സ്ഥലത്ത് എവിടേക്കൊക്കെ ക്യാമറ വെക്കാം ആ ഭാഗത്തൊക്കെ ക്യാമറ വെച്ചിട്ട് അതിൽ നിന്നൊരു ഫിയർ ഉണ്ടാക്കിയെടുക്കുക. ഒരാളെ കാണിച്ചിട്ടോ ഒരു സാധനത്തിനെ കാണിച്ചിട്ടോ അല്ല, ജസ്റ്റ് ഒരു ഫിയർ അവര് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് ആ ഒരു സിനിമന്റെ എൻഡിങ് വരെ ആ ഒരു മൂഡ് സെറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഞാൻ അത് ഭയങ്കര കാര്യമാണ്. പിന്നെ ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, എനിക്ക് ഈ സിനിമ അവസാനം വരെ എന്താണ് സംഭവിക്കുക എന്തായിരിക്കും എന്നുള്ള ഒരു എന്താ പറയാ ഒരു എന്താ പറയാ എക്സൈറ്റ്മെന്റ്, ഒരു ഇതുണ്ടാവില്ല. ഓക്കെ ഇത് എങ്ങനെയായിരിക്കും ഇത് അവർ കൊണ്ട് നിർത്തുണ്ടാവുക എന്നുള്ളൊരു തോട്ട്സ് എന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത്രയും സിനിമയിലേക്ക് ലയിച്ചിരിക്കുകയായിരുന്നു, ഹുക്ഡായിരുന്നു ടു ബി ഫ്രാങ്ക്. അപ്പോ പെർഫോമൻസസ് ആവട്ടെ, ഞാൻ പറഞ്ഞല്ലോ ഈ കാര്യങ്ങളൊക്കെ ഉഷാറിനായിരുന്നു. ആൻഡ് ഫൈനലി ക്രിസ്റ്റോ സേവിയർ അലമ്പാക്കാത്ത മ്യൂസിക് പരിപാടികളാണ് അതിൽ. എന്ന് പറഞ്ഞാൽ സാധാരണ പേടിപ്പെടുത്താൻ വേണ്ടിട്ട് കുറെ കരാന്ന് പറഞ്ഞിട്ടുള്ള പാട്ടുകളോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറോ അതൊന്നും ഇല്ലാണ്ട് ആവശ്യത്തിന് നമുക്ക് എവിടെ നമുക്ക് ആ ഒരു ഞെട്ടൽ വരണം അവിടെ ആ സാധനം കൊടുത്തിട്ടുണ്ട്. വേണ്ടത് എന്താ അത് കൃത്യമായിട്ട്. പിന്നെ വലിയൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് പേടിപ്പെടുത്തുന്ന സീനിനെ കുറിച്ച് പറയാൻ തോന്നി. കാരണം കുറെ പേര് പറയണതും കേട്ടു. ഇപ്പൊ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലാണ് ഞാൻ ഇപ്പൊ രണ്ടാമത്തെ ദിവസമാണ് ഈ സിനിമ കാണുന്നത്. കുറെ പേര് പറഞ്ഞു ഭയങ്കര പേടിപ്പെടുത്തുന്നുണ്ട്, ഭയങ്കര ഇതുണ്ട്. മേ ബി അത് കേട്ട് പോകണ്ടായിരിക്കാം. എനിക്ക് ഭയങ്കര പേടിപ്പെടുത്തുന്ന രീതിയിലൊന്നും തോന്നിയില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയില് എവിടെയും ഭയങ്കര നമ്മൾ അയ്യോ എന്ന് പറഞ്ഞ രീതിയിലൊന്നും പേടിക്കാനൊന്നും ഉണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയില്ല. നിങ്ങൾക്ക് ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളായിരിക്കുമല്ലോ. അപ്പൊ പോയി കാണണം തന്നെയാണ് ഞാൻ പറയാ. ആൻഡ് ടു ബി ഫ്രാങ്ക് ഞാൻ പറയുകയാണെങ്കിൽ ഇതൊരു ഭയങ്കര നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് തിയേറ്ററിൽ നിന്ന് കണ്ടേ പറ്റൂ എന്നൊന്നും ഉള്ള പോലെ ഒന്നും എനിക്ക് തോന്നിയില്ല. ഐ മീൻ ഇറ്റ്സ് എ നോർമൽ വാച്ച്, ഒരു വൺ ടൈം വാച്ച് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊച്ചു കുട്ടികളൊക്കെ കൊണ്ടുപോയി മീൻസ് അവരൊക്കെ കൂട്ടിയിട്ടാണ് ഈ സിനിമയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് പറ്റുന്ന രീതിയിലുള്ള സിനിമയല്ല ഇതിലെ സീനുകളാവട്ടെ ബാക്കി കാര്യങ്ങളാവട്ടെ. അതിപ്പം ഓരോരുത്തരുടെ മനസ്സ് എത്രത്തോളമാണ് മീൻസ്
ഇങ്ങനെ ഇപ്പൊ പറയാം, ഓരോരുത്തർക്കും ഒരു സിനിമ കാണുമ്പോൾ അവരുടെ മനസ്സിൽ എന്താ തോന്നുന്നു നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ മനസ്സിന് കാണാൻ പറ്റുന്ന ധൈര്യമുള്ളവർ പോയി കണ്ടാൽ മതി. പറഞ്ഞ ഭീകര പേടി ഉണ്ട് എന്നല്ല അതിന്റെ അർത്ഥം, പക്ഷെ മാനസികമായിട്ട് ഒരു സംഭവത്തിൽ പോകുന്ന ഒരു മിസ്റ്റീരിയസ്, ഒരു മിസ്റ്ററി അല്ലെങ്കിൽ ഒരു ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ടൊരു സിനിമയാണ്. മോർ ദാൻ ഹൊറർ ഉണ്ട് ഡെഫിനറ്റ്ലി, ബട്ട് അത്രയും എന്താ പറയാ പേടിപ്പിച്ച് മരിക്കാനുള്ള രീതിയിലുള്ള പരിപാടിയൊന്നും ഇല്ല. അതാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ആൻഡ് വർക്ക് വൈസ് ഇറ്റ് വാസ് സൂപ്പർ ബ്രില്യൻ്റ് ആണ്. പിന്നെ പറഞ്ഞ പോലെ ശ്രദ്ധിക്കുക, കുട്ടികളൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് കുട്ടികളെ കൊണ്ടുവരുന്നതാണ്. കാരണം 15+ മൂവിയാണ് തോന്നുന്നു. ഞാൻ UK എന്നാണ് കണ്ടത്, ഞങ്ങൾക്ക് ഇവിടെ 15+ ആണ്. സോ അതൊക്കെയാണ് പറയാനുള്ളത്. ഒരു 1 ടൈം വാച്ച് മൂവി ആൻഡ് വാസ് ഗുഡ്. എല്ലാം കൊണ്ടും നല്ലതായിരുന്നു. ഒരു മോശം എന്നൊന്നും പറയാനില്ല എവിടെയും. ആൻഡ് പ്രണവും അതേപോലെ മറ്റേ ജിബിൻ ഗോപിനാഥ് എന്ന് പറഞ്ഞ ആളും അവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവർ അത്രയും അടിപൊളിയായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അവരാണ് സിനിമ, അവരും അതേപോലെ ഇതിന്റെ ഞാൻ പറഞ്ഞ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ്, ഇവരാണ് ഇങ്ങനെ ഈ സിനിമ ഇങ്ങനെ പീക്കിലേക്ക് കൊണ്ടുപോകുന്നത്. അത് അവരെ പെർഫോമൻസ് അത്രയും നന്നായിട്ട് തന്നെയാണ് ആ സിനിമ അത്രയും അടിപൊളിയായിട്ട് നിൽക്കുന്നത്. സിനിമ അല്ലെങ്കിലും നല്ലതാണ്, എന്നാലും പെർഫോമൻസും കൂടി വരുമ്പോൾ ചെറിയ ഓൺ ദ കേക്ക് എന്ന് പറയില്ലേ, അതേപോലെ. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.